അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ ദുനിയാവ്, ഈ ലോകം വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ, നമ്മുടെ മക്കൾ, പുതുതലമുറ, അവർ ദുനിയാവിൻ്റെ അതിപ്രസരത്തിൽ, ടെക്നോളജിയുടെയും ഇൻ്റർനെറ്റിൻ്റെയും അതിപ്രസരത്തിൽ, അതിൻ്റെ വളർച്ചയിൽ പങ്കാളികളായിക്കൊണ്ട് അവരിൽ അധിക പേരും മ്യൂസിക്കിൻ്റെയും പ്രേമത്തിൻ്റെയും ലഹരിയുടെയും DJ പാർട്ടികളുടെയും അടിമകളായി ഹൃദയം മരിച്ചവരെ പോലെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒന്ന് ജീവസുറ്റതാക്കി അള്ളാഹുവിനെ പറ്റിയും ആഖിറത്തിനെ പറ്റിയുമുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉടലെടുത്ത് ഹൃദയങ്ങളിൽ ഉണ്ടാക്കി ദുനിയാവും ആഖിറവും വിജയിക്കുന്നതിന് എന്താണ് ഒരു പരിഹാരമാർഗം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, ദവാഉൽ ഖൽബി ഖംസത്തുൻ. ഹൃദയത്തിൻ്റെ ചികിത്സ 5 രീതിയിലാണ്. നമ്മുടെ ഹൃദയത്തെ ഈ 5 രീതിയിൽ നാം ചികിത്സിക്കാൻ തയ്യാറായാൽ നമുക്കും നമ്മുടെ മക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടുന്നതിന് കാരണമായി തീരും. ഒന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി. പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുക. ഇത് എൻ്റെ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി പരിശുദ്ധമായ ഖുർആനെ നാം മനസ്സിലാക്കി പാരായണം ചെയ്യുക. അതിൻ്റെ പാരായണത്തെ നാം കേൾക്കുക, പരിശുദ്ധമായ ഖുർആൻ നാം പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നാം തയ്യാറായാൽ നമ്മുടെ ഹൃദയത്തെ ഈ മലീമസമാകുന്ന ദുനിയാവിൻ്റെ പ്രസരിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി ഹൃദയത്തിനകത്ത് അള്ളാഹുവിനെ പറ്റിയും ആഖിറത്തിനെ പറ്റിയുമുള്ള ചിന്ത നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവൻ്റെ കലാമ്, പരിശുദ്ധമായ ഖുർആൻ. നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. നാം ഇന്ന് കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നാം യഥാർത്ഥമായിട്ട് ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. നാം ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ, അവരുടെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് വല്ലാത്ത ഒരു ഇഷ്ടമാണ് എങ്കിൽ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. അങ്ങനെ നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ അവൻ്റെ കലാമിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ, മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. നാം ധാരാളമായിട്ട് പാരായണം ചെയ്യണം. പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പരിശുദ്ധമായ ഖുർആൻ്റെ ഉള്ളിലുണ്ട്. നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ 1-ാമത്തെ അധ്യായം, അത് നാം ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ പരിശുദ്ധമായ ഖുർആൻ്റെ 1/3 പാരായണം ചെയ്തതിന് തുല്യമായ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ആ സൂറത്ത് പാരായണം ചെയ്താൽ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 2-ാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറ വലിയ അത്ഭുതങ്ങളുടെ, രഹസ്യങ്ങളുടെ കലവറയാണ്. ഒരുപാട് പ്രതിഫലങ്ങളാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും ഈ സൂറത്തുൽ ബഖറ നാം പാരായണം ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ ഒരു പ്രാവശ്യം നാം പാരായണം ചെയ്താൽ 3 രാത്രി ശൈത്താൻ്റെ ഉപദ്രവങ്ങളെ തൊട്ടുള്ള സംരക്ഷണം കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. നാം സൂറത്തുൽ ബഖറ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യണം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം മാറി സന്തോഷവും സമാധാനവും റാഹത്തും നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ സൂറത്തുൽ ബഖറ നാം മുറുകെ പിടിക്കണം.
ഇനി നമുക്ക് ദാരിദ്ര്യം മാറണ ഉറപ്പാണ്. അത് പരീക്ഷിച്ച് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് പറയുന്നത്. ധാരാളമായിട്ട് നാം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക, മുടങ്ങാതെ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. നമുക്ക് ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, മാനസികമായ വെപ്രാളങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷനാണെങ്കിൽ നാം പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ റഹ്മാൻ ഒരു പ്രാവശ്യം നാം ഒന്ന് പാരായണം ചെയ്ത് അത് അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് സമാധാനവും സന്തോഷവും വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും, ഉറപ്പാണ്. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ നമ്മൾ പാരായണം ചെയ്യുക. സുബഹി നമസ്കരിച്ചിട്ട് എല്ലാ ദിവസവും നാം യാസീൻ പാരായണം ചെയ്യുക. ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ അന്നത്തെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു കൊടുക്കുമെന്ന് നമ്മെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ഒരു ആഗ്രഹം മനസ്സിനകത്ത് വെച്ചിട്ട് 40 ദിവസം തുടർച്ചയായിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ ആ ആവശ്യം നിർവഹിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായ ഉന്നതി വേണമെങ്കിൽ സൂറത്തു തകാസുർ, ചെറിയ സൂറത്താണ്, അൽഹാകുമുത് തകാസുർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നാം പാരായണം ചെയ്യുക. പകർച്ചവ്യാധികൾ സംരക്ഷണം കിട്ടാൻ സൂറത്തു തീൻ വത്തീനി വസ്സൈത്തൂൻ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നാം പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നതിന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന സൂറത്ത് ധാരാളമായിട്ട് നാം പാരായണം ചെയ്യുക. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈമാനിൻ്റെ മാധുര്യം, അതിൻ്റെ പ്രഭ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകും, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ മുഅവ്വദത്തൈനി, അവസാനത്തെ 2 സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നാസ്, ഈ സൂറത്ത് നാം ഓതുക. ശൈത്താനിൻ്റെ, ജിന്നിൻ്റെ, മറ്റുള്ള പിശാചിൻ്റെ, അതുപോലെ തന്നെ മാരണം, സിഹ്ർ ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ട് നമുക്ക് എതിരിൽ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ അവരുടെ ആ കുതന്ത്രങ്ങളിൽ നിന്ന്, ആ മാരണങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്നതിന് സൂറത്തുൽ മുഅവ്വദത്തൈനി, അവസാനത്തെ ഈ 2 സൂറത്ത് നാം നിരന്തരം പാരായണം ചെയ്യുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ നാം മുറുകെ പിടിച്ചാൽ നമ്മുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാവിധമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഖബർ ശിക്ഷകൾ രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓരോരോ സൂറത്തുകൾക്കും ധാരാളം പ്രതിഫലങ്ങളും ധാരാളം ഗുണങ്ങളും നമുക്കുണ്ട്. മൊത്തത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ നാം മുറുകെ പിടിക്കുക, അത് പാരായണം ചെയ്യുക, അതിൻ്റെ പാരായണത്തിൽ നാം കേൾക്കുക, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നാം മുന്നോട്ട് പോവുക. പരിശുദ്ധമായ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്താൽ അതിൻ്റെ ആ വശ്യമായ ആ ശബ്ദ മാധുര്യം, വല്ലാത്ത ഒരു വശ്യത ആ പരിശുദ്ധമായ ഖുർആനിനുണ്ട്. മ്യൂസിക്കുകളെക്കാളൊക്കെ വെല്ലുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങളുടെ ഖിറാഅത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തോ ഒരു അനുഭവമാണ്, എന്തോ ഒരു സമാധാനമാണ് ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഖലാഉൽ ബത്നി, നമ്മുടെ വയറിനെ നാം എന്താണ് നിറയ്ക്കാതിരിക്കുക, നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇന്നത്തെ പുതിയ സംസ്കാരം, ബൊഫേ സംസ്കാരം, നിന്നുകൊണ്ടുള്ള തീറ്റി, ഇതൊക്കെ എന്താണ്, നമ്മൾ അത് കഴിച്ചാൽ അതിന് നമ്മുടെ എത്രത്തോളം നമ്മുടെ വയറ് നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ്. ഒരിക്കലും പാടില്ല. നാം ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും ഇരുന്നു കൊണ്ടാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, സുന്നത്ത്. നാം ഭക്ഷണം കഴിക്കുമ്പോൾ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു, ഇങ്ങനെയാണ് നാം ക്രമീകരിക്കേണ്ടത്. നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ പുതിയ രോഗങ്ങൾ, അതിൻ്റെ എല്ലാം അനുഭവസ്ഥർ ഈ കേരളത്തിൽ ജീവിക്കുന്നവരാണ്. അതിൻ്റെ എല്ലാം ഈ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് കൂടുതലും പിടിപെട്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വസിക്കുന്നവരെയാണ്. അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ ഭക്ഷണത്തിലുള്ള ആ ക്രമീകരണം ഇല്ലാത്തതാണ്. അതുകൊണ്ട് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിനെ എന്താണ് ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ചികിത്സ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെ ഉണ്ടായാൽ നാം
വയറിനെ ഒന്ന് നാം നോമ്പ് പിടിച്ചാൽ, അതുപോലെ തന്നെ നാം ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ സംരക്ഷണം കിട്ടും, നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടും. അപ്പോൾ നാം നമ്മുടെ ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കുക. അങ്ങനെ ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ, വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. കണ്ണിന്, കാതിന്, നമ്മുടെ ഓരോരോ അവയവങ്ങൾക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ പിറകെ നാം പോകേണ്ടി വരും. എന്നാൽ വയറ് നാം ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ കുറയും. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായിട്ട് പറഞ്ഞത് ഖിയാമുൽ ലൈലി, രാത്രിയിലുള്ള നമസ്കാരമാണ്. നാം സുബഹയ്ക്ക് തൊട്ട് മുമ്പേ ഒരു 10-15 മിനിറ്റ് മുമ്പ് നാം ഒന്ന് എഴുന്നേറ്റാൽ നമുക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിക്കും. ആ വലിയ ഗുണങ്ങളാണ്. ആ സമയത്ത് നാം അള്ളാഹുവിനോട് നാം കേഴുകയാണെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ആ സമയത്ത് എൻ്റെ അടിമ അവൻ്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ആവശ്യങ്ങൾ അവൻ തേടുകയാണെങ്കിൽ അത് ഞാൻ വീട്ടിൽ കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ഗുണമാണ്. നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതിനുള്ള ഒരു പിടിവള്ളിയാണ് ഈ തഹജ്ജുദ് നമസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ നാലാമതായിട്ട് സഹരി, ആ ഇടയത്താഴത്തിൻ്റെ സമയത്ത്, ആ സുബഹയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് നാം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ തയ്യാറാവുക. 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുക. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ആവശ്യങ്ങൾ നാം അള്ളാഹുവിനോട് നാം പറയാൻ തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ കൂടി പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളുടെ അടയാളത്തെ സംബന്ധിച്ച്, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ ഇടയത്താഴത്തിൻ്റെ സമയത്തിൽ അവർ ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരാണ്, അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് വിജയികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗുണവും നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം തയ്യാറാവുക. അവസാനമായിട്ട് മുജാലിസത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളുമായിട്ട്, നല്ല ആൾക്കാരുമായിട്ട് നാം സഹകരിക്കുക. നല്ല നല്ല മജ്ലിസുകളിൽ പോയിരിക്കുക. വഅദിൻ്റെ മജ്ലിസുകളിൽ, ഇൽമിൻ്റെ മജ്ലിസുകളിൽ, ഖുർആൻ ക്ലാസ്സുകളിൽ, അതുപോലെ തന്നെ മൗലൂദിൻ്റെ സദസ്സുകളിൽ നല്ല ആൾക്കാരുമായിട്ട് നാം സഹകരിക്കുക, സഹവസിക്കുക. അങ്ങനെ നല്ല ആൾക്കാരുമായിട്ട് നാം സഹകരിച്ചാൽ, അവരുടെ ജീവിത ചരിത്രങ്ങൾ നാം കേട്ടാൽ, അതിനെപ്പറ്റി നമുക്ക് ചിന്തയുണ്ടായിട്ട് നമുക്കും ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം ഒരു അത്തറ് കച്ചവടക്കാരനുമായിട്ടാണ് സഹകരിക്കുന്നതെങ്കിൽ ആ അത്തറിൻ്റെ വാസനയും മണവും നമുക്കുണ്ടാകുന്നത് പോലെ, അതുപോലെ ഒരു ചാണകം ചുമക്കുന്ന ഒരു മനുഷ്യനുമായിട്ടാണ് നാം സഹകരിക്കുന്നത്, അവനുമായിട്ടാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ചാണകത്തിൻ്റെ ദുർഗന്ധം, അതിൻ്റെ വാസന നമ്മൾ ഉണ്ടാകുന്നത് പോലെ, നാം ആരെയാണോ തിരഞ്ഞെടുക്കുന്നത്, നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കുക, നല്ല ആൾക്കാരുമായിട്ട് നാം സഹകരിക്കുക, സഹവസിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ ദുനിയാവിൻ്റെ അതിപ്രസരത്തിൽ മതിമറക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ ജീവസുറ്റതാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പറ്റിയും ആഖിറത്തിനെ പറ്റിയുമുള്ള ചിന്തകൾ നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോയി ദുനിയാവും ആഖിറവും വിജയിക്കുന്നതിന് കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.